നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തിയേറ്ററിൽ കണ്ടപ്പോൾ അല്പം വ്യത്യസ്ത അനുഭവങ്ങൾ നൽകിയ ചില സിനിമാ സീനുകളാണ്. ലിസ്റ്റിലായിത്തീർന്നു കാപ്പ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ഒരു ആവറേജ് ആയിരുന്നു. സിനിമ കണ്ടിരിക്കാമെങ്കിലും സിനിമയുടെ ക്ലൈമാക്സിലെ ചില സീനുകൾ അന്ന് വലിയ രീതിയിൽ എയറിലായി. ഈ ഒരു സിനിമയുടെ കാര്യം നോക്കിയാൽ ഈ വരുന്നത് തിരുവനന്തപുരത്തെ വലിയൊരു ഗുണ്ട ക്യാരക്ടറാണ്. കുറെ പേരെ വെട്ടിക്കൊല്ലുന്നു. പോലീസുകാർക്ക് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും ചത്താലും മതിയെന്നായി. അങ്ങനെ ഇവരെല്ലാരും കൂടി ഒരു തീരുമാനമെടുത്തു, ഇവനെ അങ്ങ് തട്ടണം. അങ്ങനെ അവിടെയുള്ള ടീംസിനോട് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ ഒന്ന് തട്ടാൻ പറ്റുമോ? അപ്പോഴാണ് സിനിമയിലെ നായകനായ കൊട്ടമധുവിന്റെ എൻട്രി. ഞാൻ കൊല്ലാന്ന് കൊട്ടമധു പറയും. നിങ്ങൾ വിചാരിക്കും കൊട്ടമധു ഇപ്പോൾ തന്നെ ഇറങ്ങി ഒരു വാളായിട്ട് പോയി ആളെ വെട്ടിക്കൊല്ലുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. കൊട്ടമധുവിന്റെ കയ്യിൽ ഒരു ബ്രില്യന്റ് പ്ലാനുണ്ട്. കൊട്ടമധു കപ്പലാണ്ടി നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെക്കനെ കാണും. ആ ഒരു ചെക്കന് നല്ല ഉന്നമാണ്. കൊട്ടമധു പറയും, എന്റെ കൂടെ വാ, പൊറോട്ടയും ഇറച്ചിയും മേടിച്ചു തരാന്ന് പറയും. ചെക്കൻ അപ്പോൾ തന്നെ കൂടെ പോയി. അങ്ങനെ പൊറോട്ടയും ഇറച്ചിയും വാങ്ങി. ഇത് കഴിഞ്ഞ് ചെക്കൻ ഒരു ട്രെയിനിങ് കൊടുക്കും. അതായത് കൊട്ടമധു ബൈക്ക് ഓടിച്ചു പോകും. ചെക്കനെ പുറകേലെടുത്തിട്ടുണ്ട്. ചെക്കൻ ബോളെടുത്ത് ആ തലയുടെ ഷേപ്പുള്ള കുടം നോക്കി എറിയണം. അങ്ങനെ ചെക്കൻ അതിൽ പാസ്സായി. അങ്ങനെ കൊട്ടമധു ചെക്കനെ കൊണ്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഗുണ്ടയുടെ അടുത്ത് പോകും. ചെക്കനോട് ആ തല നോക്കി എറിയാൻ പറയും. ചെക്കൻ അപ്പോൾ തന്നെ കറക്റ്റാ തിളങ്ങുന്ന തല നോക്കി എറിയും. ഗുണ്ട അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് ചേർത്ത് ഒരു പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തതിന് ഇത്രയും വലിയൊരു കാര്യമാണ് ആ ഒരു ചെക്കൻ ചെയ്തത്. അങ്ങനെ കൊട്ടമധു വലിയൊരു ഗുണ്ടയായി. അവിടെയുള്ള ചെറിയ ടീമുകളുമായി കൊട്ടമധു തല്ലുപിടിക്കാൻ പോകും. അങ്ങനെ കൊട്ടമധു കുറച്ച് ടീമുകളെ തട്ടുമ്പോൾ അതിൽ ഗുണ്ട ബിനുവിന്റെ ചേട്ടനുണ്ടാവും. ഈ ഓടി വരുന്നതാണ് ഗുണ്ട ബിനു. അങ്ങനെ ഗുണ്ട ബിനു ഈ ഒരു ക്യാരക്ടറും പ്ലാൻ ചെയ്തു മധുവിനെ തട്ടാൻ പോകും. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞ് മധുവിനെ വിളിച്ചു വരുത്തി. മധു ആളുടെ പുറകിലോട്ട് നോക്കിയപ്പോൾ ഒരു ചെക്കൻ നിൽക്കുന്നു. നോക്കിയപ്പോൾ മറ്റേ ചെക്കൻ, അന്ന് പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്ത ചെക്കൻ, ഇന്ന് ഇത്രയും വലുതായി. ചെക്കൻ്റെ കയ്യിൽ ആ ബോളുമുണ്ട്. ആ ബോൾ എടുത്ത് ഇത്തവണ മധുവിന്റെ തലക്കെറിഞ്ഞു. അതായത് മാസ്റ്റർ എറിഞ്ഞിട്ടു. പിന്നീട് കാണിക്കുന്നത് മധുവിന്റെ ഫ്ലെക്സ് ആണ്. പിന്നീട് കൊട്ടമധുവിന്റെ വൈഫ് വരും. ക്ലൈമാക്സിൽ കൊട്ടമധുവിന്റെ വൈഫും ഗുണ്ട ബിനുവും തമ്മിൽ ഒരു മാസ് ഫോൺ കോൾ ഉണ്ട്. ഇതുപോലെ ഏതെങ്കിലും പൊനത്തിനകത്തിരുന്ന് എനിക്കത് പറയാം. നീ തിരുവനന്തപുരത്തിന് വന്ന് നോക്ക്, തിരിച്ചു പോവില്ല ജീവനോടെ, കൊന്നുകളയും ഞാൻ. ഈ ഒരു സീനായിരുന്നു ആ ഒരു ടൈമിൽ വലിയ രീതിയിൽ എയർലായത്. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതുവരെ ലതീഫ് അങ്കിളുടെ പേനത്തുമ്പിലെ ഇമാജിനറി ഗ്യാങ് മാത്രമായിരുന്നു ബിനു ഗ്യാങ്. ഇപ്പൊ അങ്ങനെയല്ല. അങ്ങനെ ഗുണ്ട ബിനുവും കൊട്ട വൈഫും തമ്മിലുള്ള വാറാണ് നെക്സ്റ്റ് മൂവിയായി പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റുമോ? എങ്കിൽ നീ വന്നു നോക്ക്, നമുക്ക് കാണാം. കാണാം. അടുത്തത് നിലവിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ഇല്ല. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ നായികയുടെ കല്യാണച്ചക്കൻ ഒളിച്ചോടി. അങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞ് ഒരു ലൂൺ എടുത്ത് കല്യാണച്ചക്കനെ പിടിക്കാൻ പോയി. കുറെ ദൂരമുണ്ട്. അതുകൊണ്ട് പിന്നീട് ബസ്സിൽ പോയി. ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഫോണിന്റെ ചാർജ് എല്ലാം കഴിയും. അപ്പോൾ ഒരാളോട് ഫോൺ തരുമെന്ന് ചോദിക്കും. ഇതാണ് നായകൻ. പിന്നീട് ആളോട് തന്നെ അടുത്ത ബോയ് ഫ്രണ്ടിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്നാക്കോന്ന് ചോദിക്കും. ആൾ അതിനും ഓക്കെ പറയും. ഇതൊരു റോഡ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ കാറിൽ പോകും. നായിക ഛർദ്ദിക്കാൻ പോകുന്നു, തിന്നുന്നു. അങ്ങനെ ഇതാണോ സ്ഥലമെന്നറിയാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ ഇതായിരുന്നില്ല സ്ഥലം. അങ്ങനെ വീണ്ടും കാറിൽ കയറി. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയും. അങ്ങനെ വീണ്ടും കാറിൽ പോകുന്നു, തിന്നുന്നു. ഇത്തവണ ഒരു വെറൈറ്റിക്ക് കക്കൂസിലും പോകുന്നു. വീണ്ടും കാറിൽ പോകുന്നു. ഇത്തവണ നായിക ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. നായകൻ പറഞ്ഞു, ഇവിടെ അടുത്ത് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ വീടുണ്ട്. അങ്ങനെ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു. ഗേൾ ഫ്രണ്ട് നായകനെ ചീറ്റ് ചെയ്തു. അതുകൊണ്ട് നായകൻ ഒന്ന് കരഞ്ഞു. വീണ്ടും കാറിൽ പോകുന്നു. ഇത്തവണ നായിക പുതിയൊരു ഡ്രസ്സ് വേണമെന്ന് പറയുന്നു. ഡ്രസ്സ് വാങ്ങാൻ പോകുന്നു, തിന്നുന്നു. അങ്ങനെ സ്ഥലത്തെത്തുന്നു. ബോയ് ഫ്രണ്ടിന്റെ തലക്കടിക്കുന്നു. ഇവർ തമ്മിൽ ഒന്നിക്കുന്നു. അങ്ങനെ പടം കഴിഞ്ഞു. പലരും പറയുന്നു ഈ ഒരു സിനിമയിൽ ഹീറോയിൻ ഓവർ ആക്ടിങ് ആണ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോളാം. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ തിരിച്ചെത്തിക്കോളാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയൊന്നുമല്ല. ഞാൻ എത്തിക്കോളാന്ന്. എന്നാൽ വലിയൊരു കുഴപ്പമില്ല. എന്തു തന്നെയായാലും പൈങ്കിളിയേക്കാൾ ബെറ്റർ ആയിരുന്നു. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ആയിരുന്നു ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അടുത്തത് ധ്യാൻ ശ്രീനിവാസന്റെ
സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കർഷകനായ ധ്യാൻ ശ്രീനിവാസനെ കാണിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ ഒരു നന്മ ക്ലബ്ബുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ക്ലബിലെ പൈസ എല്ലാം കൂട്ടിവെച്ച് ഒരു വീട് പണിത് കൊടുക്കുന്നു. ആരുടെയെങ്കിലും സ്കൂട്ടർ നിന്ന് പോയാൽ അത് തള്ളാൻ ക്ലബിലെ ആളുകൾ വരുന്നു. ആരുടെയെങ്കിലും വീട്ടിൽ വിറക് തീർന്നാൽ അത് കൊടുക്കാൻ ക്ലബിലെ ആളുകൾ വരുന്നു. അങ്ങനെ പോകുന്നു. ഇങ്ങനെയുള്ള ധ്യാന്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു കുട്ടി വന്ന് പറയും, എന്നെ ഒരാൾ ശല്യം ചെയ്യുന്നുവെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ധ്യാൻ ഓടിച്ചെന്നാളെ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നിട്ടൊരു ചവിട്ടും കൊടുത്തു. അങ്ങനെ പോലീസ് വന്നു. അങ്ങനെ കേസൊന്നും എടുക്കണ്ടെന്ന് ധ്യാൻ പറയുന്നു. കേസ് അത്ര സ്ട്രോങ് ആക്കണ്ടെന്നാ ക്ലബ്ബുകാരുടെ തീരുമാനം. ഒരു ദിവസം ധ്യാന്റെ ഗേൾഫ്രണ്ട് ക്യാരക്ടറെ ആരോ ശല്യം ചെയ്തു. പിന്നീട് അവരുമായി ഒരു ഫൈറ്റ്. ശേഷം ധ്യാനും ഗേൾഫ്രണ്ട് ഒന്ന് കറങ്ങാൻ പോയപ്പോൾ ഗേൾഫ്രണ്ടിന്റെ അച്ഛൻ വന്ന് ഗേൾഫ്രണ്ടിനെ പിടിച്ചുകൊണ്ടുപോയി. ശേഷം ധ്യാനെ കാണാൻ വരും. ധ്യാൻ പറയും, ഞാൻ 1.5 കോടിയുടെ ലോട്ടറി എടുത്തിട്ടുണ്ട്, അതടിച്ചാൽ കോടീശ്വരനാവില്ലേ, ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ധ്യാൻ വളരെ സാഡായി. അങ്ങനെ ധ്യാൻ PSC എഴുതാൻ പോയി. PSC പാസ്സായി, ഒരു മാഷായി. സർക്കാർ ജോലി കിട്ടിയതുകൊണ്ട് പെണ്ണിന്റെ അച്ഛൻ കല്യാണത്തിന് ഓക്കെ എന്ന് പറയും. അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്നു. പിറ്റേ ദിവസം പഠിപ്പിക്കാൻ ക്ലാസ്സിൽ പോയപ്പോൾ അന്ന് ശല്യം ചെയ്ത ഗുണ്ടകൾ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ധ്യാനുമായൊരു ഫൈറ്റ്. പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്ന് ഒരു ഗുണ്ടയെ വെടിവെച്ചു. ശേഷം അവർ കോടതിയിൽ പോകുന്നു. കോടതി ധ്യാനെ വെറുതെ വിടുന്നു. അങ്ങനെ പടം കഴിഞ്ഞു. അടുത്തത് ജൂൺ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ ഇന്നും ഇൻസ്റ്റാ റീൽസിൽ വരുന്ന ഒരു പ്രത്യേക സീനുണ്ട്. ഇതിലെ ക്ലാസ് ടീച്ചർ പിള്ളേരോട് സെൽഫ് ഇൻട്രോ പറയാൻ പറഞ്ഞപ്പോൾ ഇവർ 3 പേര് എണീറ്റ് വന്നു. സ്വന്തമായ ഒരു ടൈറ്റിൽ സോങ് എല്ലാം ഇട്ട് 3 പേരുടെയും ഡാൻസ് ഇൻട്രോ. എക്സ്ട്രോവേർട്ടുകൾ വരെ ഇത് ചെയ്യാൻ രണ്ടാമതൊന്ന് ആലോചിക്കും. അടുത്തത് വൈഡൂര്യം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിലെ ചില ആക്ടിംഗ് സീനുകൾ ഇന്നും ഇൻസ്റ്റയിൽ കാണാം. സാക്ഷാൽ പെരിങ്ങോട്ടുകര തേവരുടെ നീരാട്ട് കുളത്തി ഈ നേരത്ത് കുളിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ആർമിയിലെ വാഴും കോലിടത്തെ ശ്രീകുട്ടൻ തമ്പുരാനും മാത്രമേ ഉള്ളൂ. കേട്ടോ, സഖാവ് ശേഖര തമ്പുരാന്റെ മകൾ ഗൗരി ഗൗരി ഗായത്രി ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ പെരിങ്ങോട്ടുകര ദേശത്തെ വാഴും കോവിലിടത്ത് ഈ ശ്രീകുട്ടൻ തമ്പുരാൻ കല്യാണം കഴിക്കാൻ പോവാ. അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല. അടുത്തത് ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയാണ്. ഇതൊരു പാൻ ഇന്ത്യ റിലീസായിരുന്നു. ഫേമസ് ആയ ഒരു സയന്റിസ്റ്റ് ആണ് കെഷ് എന്ന ഈ ഒരു ക്യാരക്ടർ. കെഷ് അങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന ഓരോ ആളുകളെയും പിടിച്ചുകൊണ്ടുവന്ന് പരീക്ഷണം നടത്തുന്നു. പരീക്ഷണത്തിനിടയിൽ ആള് ചത്തുപോയാൽ വേഗം അടുത്ത ആളെ പിടിക്കും. ഈ ഒരു സിനിമയിൽ നായികയും ഉണ്ട്. നായികയെ കുറച്ച് കള്ളന്മാർ അറ്റാക്ക് ചെയ്തു. ഇവരോടുള്ള പ്രതികാരമാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. റിലീസ് പാൻ ഇന്ത്യനാണെങ്കിൽ സിനിമ ലോക്കലായിരുന്നു. മണ്ണിന്റെ മണമുള്ള ഭൂമി ഉണരൂ ഉണരൂ സമയമായി മണി 7 சென்டிமீட்டர். நான் ஒரு இயந்திர மனிதன். இன்னும் கொஞ்ச நாள் போனா நாங்க தான்டா கடவுளே. வா ஆசீர்வாதம்.